കറി ഉണ്ടാക്കാനും മടിയുള്ള കൂട്ടത്തിലാണോ നിങ്ങൾ? എന്നാലേ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടോളൂ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ചോറും കൊണ്ടാണ്. അത് മാത്രമൊന്നുമല്ല കേട്ടോ, കറി ഉണ്ടാക്കാനും മടിച്ച് നിൽക്കുക. എന്നും ഒരു കറി, ഇനി എന്ത് വേറെ കറി ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് മാറ്റി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഒന്ന് നല്ലതായിരിക്കും. പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റാണ്. കാരണം കറി കൂട്ടാനും മറ്റേത് മറിച്ചത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരൊറ്റ തക്കാളി ഉണ്ടെങ്കിൽ, ഒറ്റ തക്കാളി അല്ല കേട്ടോ, കുറച്ച് വേണം കേട്ടോ. തക്കാളി ചോറാണ് നമ്മളെ ഈ ഒരു ചോറിൻ്റെ പേര് തന്നെ കേട്ടോ. അപ്പം തക്കാളി ഇല്ലാതെ എന്തല്ലേ, മുത്തങ്ങല്ലാത്ത എന്ത് കഷായം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കണതും ഇതിലിടുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ചുരുക്കം പറയുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ചോറ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. കുറച്ച് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉഴുന്നും വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ചിട്ടോ, ഒരുപാട് ഓവർ ആവരുത്. അതിൻ്റെ ഇഞ്ചിൻ്റെയും അതുപോലെ വെളുത്തുള്ളിൻ്റെയും ഒരു കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇച്ചിരി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു സവാളൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മളതിൽ നമ്മൾ തക്കാളി കൊത്തി അരിഞ്ഞ് വെച്ചത് നമ്മൾ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് ചെയ്യുക. 5 മിനിറ്റ് നേരം അടച്ച് വെക്കുക കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കുന്നൊരു സീനൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ചോറൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുക, ഒരു ചെറിയൊരു ചൂട് ഇങ്ങോട്ട് കയറുന്നത് വരെ. എന്നിട്ട് നമ്മളൊരു പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് അതിലേക്കൊന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ ചോറ് ഇങ്ങോട്ട് തിന്നുകയാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ പറയണ്ട. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സൈഡായിട്ട് വല്ല പപ്പടം കാച്ചിയതോ കിഴങ്ങ് പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ട വറുത്തതോ ബീഫോ ചിക്കനോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്, ഒന്നുമില്ലെങ്കിൽ അച്ചാറാണെങ്കിൽ അച്ചാറും കൂടി നിങ്ങൾക്ക് വെച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പറയണ്ട. ഇതൊരു ഒന്നൊന്നര വൈബാണ് കേട്ടോ. കുട്ടികളൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിഡു ഐറ്റംസാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ നല്ല ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ചോട്ടൂനൊക്കെ എടുക്കുന്നത് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.